ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് RBI റിപ്പോ നിരക്ക് 5% സ്ഥിരതപ്പെടുത്താൻ സാധ്യത. വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം. ബാങ്ക് ഓഫ് ബറോഡയുടെ സാമ്പത്തിക വിദഗ്ധയായ ദീപാൻവിത മജുംദാർ ആണ് ഈ പ്രവചനം നടത്തിയത്. ദുർബലമായ തൊഴിൽ വിപണിയും സാമ്പത്തിക ഡാറ്റയുടെ കുറവും ചൂണ്ടിക്കാട്ടിയാണ് US ഫെഡ് പലിശ നിരക്ക് 3ാം തവണയും കുറച്ചത്. അതുപോലെ റിസർവ് ബാങ്ക് അടുത്തിടെ റിപ്പോ നിരക്ക് 5.50% നിന്ന് 5.25% കുറച്ചു. 2026ഓടെ ഇത് 5% വരെ ആയേക്കാം. ഇത്തരത്തിൽ നിരക്കുകൾ കുറച്ചിട്ടും ഇന്ത്യയിലെ പലിശ നിരക്കുകൾ ഇപ്പോഴും US-ലേതിനേക്കാൾ വളരെ കൂടുതലാണ്. ഈ അന്തരം നിലനിൽക്കുന്നത് വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ കൂടുതൽ വരുമാനം ഉറപ്പാക്കും. അതിനാൽ US-ൽ വരുമാനം കുറയുമ്പോൾ നിക്ഷേപകർ കൂടുതൽ ലാഭം തേടി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് കണ്ണുവെക്കും. അതുകൊണ്ട് കൂടുതൽ വിദേശ പണം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. ഇത് രൂപയുടെ മൂല്യത്തെ പിന്തുണയ്ക്കുകയും ഓഹരി വിപണിക്ക് ഉണർവ് നൽകുകയും ചെയ്യും. ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രണത്തിലായതിനാൽ മറ്റു പല രാജ്യങ്ങളെക്കാളും ഇന്ത്യയിൽ പണപ്പെരുപ്പം കുറവാണ്. ഇത് ദീർഘകാല നിക്ഷേപകർക്ക് ഇന്ത്യയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതിനാൽ ഫെഡ് റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കൽ 4 രീതിയിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. 1. കൂടുതൽ വിദേശ പണം രാജ്യത്തെത്തിക്കും. വിദേശ നിക്ഷേപം രൂപയുടെ മൂല്യത്തെ താങ്ങി നിർത്തുമെന്നാണ് രണ്ടാമത്തെ നേട്ടം. ഈ വിദേശ നിക്ഷേപം വിപണിയെ ഉയർത്തുന്നതാണ് മൂന്നാമത്തെ ഗുണം. അവസാനമായി RBI റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിലൂടെ കുറഞ്ഞ വായ്പാ നിരക്കുകളും വിദേശ നിക്ഷേപവും ബിസിനസ് പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും അവർ പറഞ്ഞുവെക്കുന്നു.